നമ്മളിനി നേരെ ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ നൽകും. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് നല്ല തിരക്കാണല്ലേ? ഭവ്യ, കഴിഞ്ഞ ദിവസം തിരക്ക് കുറവാണെന്നെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് തിരക്കിൽ നേരിയ വർധനമുണ്ട്. രാവിലെ തന്നെ നല്ല തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ക്യൂ കോംപ്ലക്സിലടക്കം ഭക്തരുടെ നീണ്ട നിരയാണ്. കഴിഞ്ഞ ദിവസം ഈ സമയത്തൊക്കെ വലിയൊരു തിരക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. അവധി ദിവസമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തിരക്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് വലിയൊരു തിരക്ക്, അതിലധികം ഇന്നലെ പ്രതീക്ഷിച്ചതിലധികം തിരക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയുണ്ട് തിരക്ക് എങ്ങനെയുണ്ട്? எப்படி இருக்கு கியூ? எப்படி இருக்கு? பரவாயில்ல சாமி, ஓரளவுக்கு க்ரௌடு வந்து கம்மியாக தான் இருக்குது. ஒன்றும் ப்ராப்ளம் இல்லை. சாமிங்களுக்கு கொஞ்சம் நல்லா இருக்கு, ஒன்றும் ப்ராப்ளம் இல்லை சாமி. குழந்தைங்களுக்கு நல்லா ஸ்பெஷலாக நல்லா அட்வான்டேஜ் எடுத்து குழந்தைங்களுக்கு ஸ்பெஷல் கியூ கொடுத்து விடுறாங்க. ரொம்ப சந்தோஷம் சாமி. കുഴപ്പമില്ല. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ താഴെ ഞങ്ങളൊരു 5:45 റെസ്റ്റ് കയറിയ. അത്തരത്തിലാണ്. കഴിഞ്ഞ ദിവസം കൂടുതലും അന്യസംസ്ഥാനത്തു നിന്നുള്ളവരായിരുന്നു. ഇന്നും മലയാളികൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമൊക്കെ ബന്ധപ്പെട്ട് മലയാളികൾ ശബരിമലയിലേക്ക് എത്തുന്നതിൽ ഗണ്യമായൊരു കുറവുണ്ട്. തമിഴ്നാട്, കർണാടക ഭാഗത്തു നിന്നുള്ള കൂടുതൽ ഭക്തരാണ് ശബരിമലയിലേക്ക് ഇന്നലെ അടക്കം കൂടുതലായിട്ട് എത്തിയിരുന്നത്. ഇന്നും അത്തരത്തിലാണ്. പക്ഷേ തിരക്ക് ഗണ്യമായി കൂടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ചെറിയൊരു അപകടം, ഈ ഒരു ശബരിമല ഭക്തർ സഞ്ചരിച്ചിട്ട് ട്രാവലർ മറിഞ്ഞുകൊണ്ട് ചെറിയൊരു അപകടമുണ്ടായിരുന്നു പുലർച്ചെ 1:30 കൂടി. അത് പക്ഷേ ഭക്തർക്ക് കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് വലിയൊരു തിരക്കാണ്. ഈ ഒരു ക്യൂ കോംപ്ലക്സും പിന്നീട് നടപ്പന്തലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മിനിറ്റിൽ 80ഓളം ഭക്തരെയാണ് ഇപ്പോൾ ശബരിമലയുടെ 18ാം പടി കയറാൻ ഈ ഒരു പോലീസ് ശ്രമിക്കുന്നത്. പരമാവധി ഭക്തരെ 18ാം പടിയിൽ വളരെ പെട്ടെന്ന് തന്നെ 18ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തിക്കുക. ഈ ഒരു ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ്, അതായത് നടപ്പന്തലിലായിക്കോട്ടെ ക്യൂ കോംപ്ലക്സിലായിക്കോട്ടെ ഒരു ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ശബരിമല 18ാം പടി കയറുകയും ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങാനുള്ള സൗകര്യം സേനാ വിഭാഗങ്ങളും ഒപ്പം തന്നെ പോലീസും അടക്കമുള്ള വിവിധ സേനാ വിഭാഗങ്ങളും ജീവനക്കാരും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. തിരക്ക് എന്നൊരു പ്രശ്നം ഒഴികെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലോ ഇന്നോ പരാതിപ്പെട്ടിട്ടില്ല. സുഗമമായി വന്ന് തൊഴുതു മടങ്ങാൻ കഴിയുന്നുണ്ട്. ഇന്നും ഈ ഒരു തൊഴുതു കഴിഞ്ഞ ഭക്തർ ശബരിമല സന്നിധാനത്ത് അധിക സമയം തുടരാതെ നെയ്യഭിഷേകവും മറ്റും പെട്ടെന്ന് പൂർത്തിയാക്കി ശബരിമലയിൽ നിന്നും മടങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തിൻ്റെ പരിസരത്തും വലിയൊരു തിരക്ക് അല്ലാതെ, അതായത് തൊഴാൻ കാത്തു നിൽക്കുന്നവരെ ഒഴികെയുള്ള ഭക്തരുടെ ഒരു തിരക്ക് കുറവുണ്ട്. അല്ലാത്ത രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തർക്ക് സുഗമമായി വന്ന് തൊഴുത് വഴിപാടുകളും നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള എല്ലാ വഴിപാടുകളും പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും മടങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട്. പോലീസിന്റെ, അതായത് ഓരോ 15 മിനിറ്റും രീതിയിൽ 18ാം പടിയിൽ നിന്നും പോലീസുകാർ മാറിക്കൊണ്ട് പുതിയ ബാച്ചുകൾ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഭക്തരെ എത്രയും പെട്ടെന്ന് പടി ചവിട്ടാനും ഒപ്പം തന്നെ ദർശനം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ തിരക്ക് കുറവായിരുന്നു. അതിന് മുൻപത്തെ ദിവസം 1 ലക്ഷത്തോളം ഭക്തർ 18ാം പടി ചവിട്ടുകയും ദർശന പുണ്യം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നും ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു പല ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് 18ാം പടിയുടെ മുൻവശത്ത് തന്നെ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് പടി കയറാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. എന്നിട്ടും തിരക്ക് തുടരുകയാണ്. ശരി സാരംഗ്, സന്നിധാനത്ത് ഇപ്പോഴും വലിയ തിരക്ക് തുടരുകയാണ്.